ഇന്ത്യയിൽ വന്നതിനേക്കാൾ മാറ്റങ്ങൾ വന്നിരുന്ന നാടാ കേരളം അല്ലേ? പറഞ്ഞു കൊടുത്തിടത്ത് അതെ അതെ പറയേണ്ട ഭാഷ പറഞ്ഞു കൊടുത്താൽ മലയാളിക്ക് മനസ്സിലാവും. പറഞ്ഞു കൊടുക്കാനുള്ള വിവരവും വേണേ. വ്യക്തികളുടെ കയ്യിൽ പണമുണ്ട്, അതേസമയം ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തൊരു സാഹചര്യമാണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ടല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. ജപ്പാൻ 1965 350 കിലോമീറ്റർ സ്പീഡുള്ള ബുള്ളറ്റ് ട്രെയിൻ 65 അന്നാണ് അവിടെ വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത്. ഓരോ വീട്ടിലും 2-3 കാറുകളും അല്ലെങ്കിൽ വലിയ വലിയ വണ്ടികളും, അതിനനുസരിച്ച് റോഡുകൾ ഇവിടെ കൂടുതൽ ഉണ്ടായാ ഇല്ലല്ലോ. അതൊക്കെ അനുഭവിച്ചോ. 5 വെറൈറ്റി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 5 വെറൈറ്റിയുടെ പരീക്ഷണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇവിടെ മതപഠനത്തെക്കാൾ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു സാധനം ഒരു 3 വയസ്സ് മുതൽ പൗരബോധം പിള്ളേരെ പഠിപ്പിക്കണം. സിവിക് സെൻസ് ഇത് പഠിപ്പിച്ചാലുണ്ടല്ലോ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ഇന്ത്യയും കേരളവും വേറൊരു ലെവലിലേക്ക് എത്തും. ഗവൺമെന്റിന്റെ ഒരു ഇൻഎഫിഷ്യൻസി കാരണം കൊണ്ടാണ് ഞാൻ വളർന്നത്. ഈ സംരംഭകന് വേണ്ട ചില ഗുണങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞതാ, ഏതാ ഈ റിസ്ക് എടുക്കാനുള്ള മനസ്സും ധൈര്യവും. എല്ലാവരും സർക്കസിന് പോകുന്നില്ലല്ലോ. മറ്റെല്ലാ ചാനലും ഉള്ളപ്പോഴല്ലേ സഫാരി എന്ന് പറഞ്ഞൊരു ചാനൽ വന്നേ. നമ്മൾ വേറെണ്ണത്തിന്റെ കോപ്പി അടിക്കല്ലോ ചെയ്തേ. അതിപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് പരസ്യം വാങ്ങിക്കുന്നില്ല എന്നുള്ളത്. ഒരിക്കലും പറയില്ല അല്ലേ ആ രഹസ്യം. കേരളത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന, കേരളത്തിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു രീതിയിൽ ഈ സംഭാഷണം ബിൽഡായതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. ഈ പായസം കുടിച്ച് തീർത്തിട്ട് ഞാൻ നമസ്കാരം. മലയാളിയുടെ 2-3 പൊതു കാര്യങ്ങളെ പറ്റി കൂടി അറിയാനുണ്ട്. ഒന്ന്, റോഡുകൾ ഇന്നും ഏറെക്കുറെയൊക്കെ കുളമായി തന്നെ പോകുന്നൊരവസ്ഥയുണ്ട്. അത് മലയാളിയെ ബോധറിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. സാറിൻ്റെ അഭിപ്രായം? ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തികളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. അവർ വലിയ വലിയ കാറുകൾ വാങ്ങിക്കുന്നു, കാറുകളുടെ എണ്ണം കൂടുന്നു. പക്ഷെ അതേസമയം ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ പണമില്ല. അത് കാരണം കൊണ്ട് കെടുകാര്യത, അത് കാരണം കൊണ്ട് പ്രോപ്പറായിട്ട് റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റോഡ് വീതി കൂട്ടിയ റോഡുകൾ പണിയുന്നില്ല. ഇപ്പോൾ അപൂർവം ചിലതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തികളുടെ കയ്യിൽ പണമുണ്ട്, അതേസമയം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ലാത്തൊരു സാഹചര്യമാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. കാരണം ഓരോ വീട്ടിലും 2-3 കാറുകളും അല്ലെങ്കിൽ വലിയ വലിയ വണ്ടികളും, അതിനനുസരിച്ച് റോഡുകൾ ഇവിടെ കൂടുതൽ ഉണ്ടായാ ഇല്ലല്ലോ. പഴയ റോഡുകളൊക്കെ തന്നെ സൈഡിൽ നിന്ന് കുറച്ച് വീതി കൂട്ടി, പിന്നെ ഈ കോൺട്രാക്ടർമാരും അതിൻ്റെ മെയിൻ്റനൻസ് മോശം, അതൊക്കെ അനുഭവിച്ചോ. ഇത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 20 കൊല്ലം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു എക്സ്പ്രസ് വേ കേരളത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചൊരു വലിയ ചർച്ച നടന്നു. അന്ന് വലിയൊരു ശതമാനം ആളുകളും ധരിച്ചിരുന്നത് ഇതൊരു അനാവശ്യമാണെന്നാണ്. അന്ന് എൻ്റെ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ, വളരെ ഗാന്ധിയനൊക്കെയാണെന്ന് അറിയപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വശത്തും ഇത് വേണമെന്ന് പറയാൻ എന്നെയും വിളിച്ചു. 20 കൊല്ലം മുമ്പാന്ന് ഓർക്കണം. അന്നും ഞാൻ ഈ സഞ്ചാരമൊക്കെ തുടങ്ങി ഇങ്ങനെ എൻ്റെ ഒരു വീക്ഷണമൊക്കെ ഇതായതുകൊണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ കാരണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബാലിശമായ കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടന്നു പോകാൻ, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി അണ്ടർപാസുകൾ ഉണ്ടാക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ അണ്ടർപാസ് 100 മീറ്റർ വീതിയുള്ള റോഡിന്റെ അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ ഇരുട്ട കട്ട പിടിച്ചായിരിക്കും കിടക്കുക. അവിടെയൊക്കെ ബലാത്സംഗങ്ങൾ, സാൻമാർഗിക പ്രവർത്തനങ്ങൾ നടക്കും. ഇങ്ങനെ കാരണങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കുന്നത് പ്രശ്നമാകും. ഇങ്ങനെ കുറേ ഒരു ഗ്രാമം തന്നെ രണ്ടായിട്ട്. പക്ഷേ തമാശ എന്താ അറിയോ, മക്കള് കാറ് വാങ്ങി 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർക്കിപ്പോൾ വഴിയിലോട്ടിറങ്ങി ഓടിക്കാൻ പറ്റുന്നില്ല. ഈ പുറകിൽ കാരണന്മാർ ഇരിക്കുക, മക്കളാണ് മുമ്പിൽ നിന്ന് ഓടിക്കുന്നത്. ഇത് എന്ത് വഴിയാടാന്ന് പറയുന്നത് ഇവരാണിപ്പോൾ. ഈ 20 എക്സ്പ്രസ് വേ വേണ്ട എന്ന് വാദിച്ച് തർക്കിച്ച് ഇതേ സാധനം നമ്മുടെ ഏത് വികസനത്തിലുണ്ടാവും. ഒരു 20 കൊല്ലം കഴിഞ്ഞ് അല്ലെ 15 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ഹൈസ്പീഡുള്ള റെയിൽവേ സംവിധാനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ വന്നില്ലെങ്കിൽ ഇതേ ചീത്ത വിളി നമ്മൾ പൂർവികരെ നമ്മുടെ മക്കൾ വിളിക്കും. ഒരു സംശയവും വേണ്ട. കാരണം ലോകം എങ്ങോട്ടാ പോകുന്നത് നമ്മളൊക്കെ കാണുന്നതാണ്. ജപ്പാൻ 1965 350 കിലോമീറ്റർ സ്പീഡുള്ള ബുള്ളറ്റ് ട്രെയിൻ തുടങ്ങിയത്. 65 അന്നാണ് അവിടെ വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത്. അവിടുന്നാണ് ജപ്പാൻ കുതിച്ചു വളരാൻ തുടങ്ങിയത്. കേരളം വളർന്നിട്ടല്ല വേണ്ടത്, വളരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അതെന്തിനാണ് വളരാൻ വേണ്ടി, എന്തിനാണ് ഹൈസ്പീഡ് ഗതാഗത സംവിധാനം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർക്കോ ഇത് എൻവിസേജ് ചെയ്യുന്നവർക്കോ പറ്റുന്നില്ല. അതാണ് ജനത്തിൻ്റെ കുഴപ്പമല്ല.
ഇതെന്തുകൊണ്ട് വേണം എന്ന് ശാസ്ത്രീയമായി ഇത് ഒരു ഹൈസ്പീഡ് ഗതാഗത സംവിധാനം വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാക്കും, തൊഴിൽ സംസ്കാരത്തിലും ഇൻഡസ്ട്രിയൽ സംസ്കാരത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ വരും, അങ്ങനെ വരുമ്പം ഇൻഡസ്ട്രി എങ്ങനെ കൂടുതൽ ഫ്ലറിഷ് ചെയ്യും, അങ്ങനെ എങ്ങനെ നമ്മുടെ ഓരോ പൗരൻ്റെയും കയ്യിലേക്ക് കൂടുതൽ വരുമാനം വരും. ജപ്പാൻ വളർന്നതിൻ്റെ ഉദാഹരണം പഠിച്ച അതിൻ്റെ കോപ്പി ആൻഡ് പേസ്റ്റ് ഇവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഇതുപോലും പറയാൻ അറിയാത്ത നേതൃത്വമാണ് ഇത്തരം ആശയങ്ങൾ കൊണ്ടുവരുന്നത്. അവിടെയാണ് ഇവിടുത്തെ കുഴപ്പം. ഇപ്പം ഒരു നേതാവിനോട് ഇങ്ങനെ ഒരു ഹൈസ്പീഡ് ട്രെയിൻ എന്തിനാ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനാണെന്ന് താൻ അറിയണ്ട, ഞങ്ങളങ്ങ് നടത്തും എന്ന് പറഞ്ഞാൽ അതിന് പകരം മക്കളെ ഇതാണ് ആവശ്യം. ഇങ്ങനെയാണ് ജപ്പാൻ വളർന്നത്, അല്ലെങ്കിൽ ചൈന ഇന്നത്തെ ആ കുതിപ്പ് സാധിച്ചത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ചൈനയിൽ ചെല്ലുമ്പം 800 ചില്ലുവാനും കിലോമീറ്റർ സ്പീഡിൽ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക ട്രെയിനിൻ്റെ. അതായത് ഒരു ബോയിങ് വിമാനത്തിൻ്റെ സ്പീഡിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സങ്കല്പിക്കാൻ പറ്റുമോ? ഇതിന് പകരം വിമാനം പോരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് മരങ്ങാട്ടുപള്ളിക്ക് വിമാനത്തെ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്കോ, ആലപ്പുഴയിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്കോ ഒക്കെ വിമാനം എന്ന് പറഞ്ഞാൽ ദിവസം 1-2 ഇടാം, അല്ലെങ്കിൽ 3-4 ഇടാം. ഇതിൽ കയറാനുള്ള ചടങ്ങുകൾ വിമാനത്തിൽ കയറിയിട്ടുള്ളവർക്കറിയാം, ഒരു 2-3 മണിക്കൂർ മുമ്പേ ചെല്ലണം. ലഗേജ് കയറ്റി വിടാൻ പറ്റില്ല, സെക്യൂരിറ്റി ചെക്ക്. നിങ്ങൾക്ക് അരമണിക്കൂർ പറക്കാൻ 4 മണിക്കൂർ വിമാനത്താവളത്തിൽ പോയി കാത്തു നിൽക്കണം വേണം. മറ്റേത് ബുള്ളറ്റ് ട്രെയിൻ അങ്ങനെയല്ല, നിങ്ങളൊരു 10 മിനിറ്റ് മുമ്പ് അങ്ങ് ചെന്നാൽ മതി. ഒരു മെറ്റൽ ഡിറ്റക്ടറിനകത്തോടെയാണ് പരമാവധി കയറി പോകേണ്ടി വരിക. അങ്ങ് കയറി ചെല്ലുന്നു, ട്രെയിൻ വന്ന് നിൽക്കുന്നു, കയറുന്നു, പോകുന്നു, ചടങ്ങുകളൊന്നുമില്ല. ഇതിങ്ങനെ ഈ കൊച്ചി മെട്രോ ഓടുന്ന പോലെ കേരളം മുഴുവൻ ഹൈ സ്പീഡിലൊരു സാധനം ഓടുന്ന സങ്കല്പിച്ച് നോക്കിയേ. എവരി 20 മിനിറ്റ്സ് അല്ലെ എവരി 1 അവർ ഒരു സാധനം തെക്കോട്ടും ഒരു സാധനം വടക്കോട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്തില്ലേ? മാറി മറിയില്ലേ? ട്രീറ്റ്മെൻറ്റിന് മുതലേ എല്ലാ കാര്യത്തിനും മാറില്ലേ? അപ്പം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ നേതൃത്വത്തിന് കഴിയാതെ പോയി. അതുകൊണ്ടാണ് ഇത്തരം പുതിയ ആശയങ്ങൾ പലതും തിരസ്കരിക്കപ്പെടുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം മനുഷ്യൻ നല്ല കാര്യങ്ങളെ സ്വീകരിക്കുന്ന ആൾ തന്നെയാണ് മലയാളികൾ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇന്ത്യയിൽ വന്നതിനേക്കാൾ മാറ്റങ്ങൾ വന്നിരുന്ന നാടാണ് കേരളം, അല്ലേ? പറഞ്ഞു കൊടുത്തിടത്ത് ശ്രീനാരായണ ഗുരു ഒക്കെ ഒരു നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളല്ലേ കേരളത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വെള്ളം വെച്ചത്. ഇതുപോലെ എത്രയോ ആളുകൾ അപ്പം പറഞ്ഞു കൊടുത്താൽ, പറയേണ്ട ഭാഷ പറഞ്ഞു കൊടുത്താൽ മലയാളിക്ക് മനസ്സിലാവും. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ക്ഷമ കാണിക്കണ്ടേ? വിവരവും വേണേ. ഇത് പറയുമ്പോൾ സാറിന് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞാൽ പറ്റുള്ളൂ. മലയാളി ഇപ്പോഴും ഗർവമായി കാണുന്നത് വലിയ വീടുണ്ടാക്കുന്നതിലാണ്. അത് മാറുമോ? അതിൻ്റെ മനോഭാവം മാറുമോ? അത് യൂട്ടിലിറ്റി ബേസ് ചെയ്തിട്ട്. പക്ഷെ സാറിന്റെ വീടിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ അത് കേരളത്തിലെ സമ്പന്നരിൽ ഏറ്റവും ചെറിയ വീട് സാറിന്റെ. അല്ല, സാറിന് വീടുണ്ടാക്കുന്നൊരു അതായത് പറഞ്ഞത് സാർ ഉണ്ടാക്കുന്നതെല്ലാം വ്യത്യസ്തമായി. സാർ താമസിക്കുന്ന വീടല്ലേ പറഞ്ഞേ, അത് കോമ്പാക്ട് സാധനങ്ങളാണ്, തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം. ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഹൈ എൻഡ് ടൈപ്പ് അല്ല. അതിനകത്ത് വലിയ കെട്ടിടമായിരിക്കാം, അതിനകത്ത് 200 പേരെ സാർ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ കാര്യം. ഏറ്റവും 1 ഏക്കർ സ്ഥലത്തിനകത്ത് 200 പേരെ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ചിലർക്ക്, അല്ലെ 4 ഏക്കർ സ്ഥലത്ത് ഇത്ര ആളുകളെ. അപ്പോൾ അത് പുതിയ കാലത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ 1 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് അതിനകത്ത് ഒരു കെട്ടിടം ഒരാൾ പണിയുന്നേക്കാൾ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന, വീട് പണിയുകയാണെങ്കിൽ ഒരു വീടിന് ഒരു ഉപയോഗമേ ഉള്ളെങ്കിൽ അത് പരാജയമാണ്. നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങാനും വിശ്രമിക്കാനും ഉള്ളൊരു സ്ഥലം മാത്രമായിട്ട് അതിനെ പണിതിടരുത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങി അതിന് ഒരു മുറി മതിയല്ലോ ഉറങ്ങാൻ, പാചകം ചെയ്തൊരു കിച്ചൺ മതി, ഇരിക്കാനൊരു സ്ഥലവും മതി, അതിൽ നിർത്താം. എന്നാൽ ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആകാൻ കഴിയുമെങ്കിൽ, അവിടെയാണ് നിങ്ങളുടെ പഠനം നടക്കുന്നതെങ്കിൽ, അവിടെ നിങ്ങളുടെ സ്റ്റുഡിയോയാണെങ്കിൽ, അവിടെയാണ് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസ്, നിങ്ങൾക്ക് വരുന്ന അതിഥികളും കൂടെ താമസിക്കാൻ പറ്റുന്ന സൗകര്യമാണെങ്കിൽ, മൾട്ടിപ്പിൾ യൂസ് ഒരു ഫെസിലിറ്റിക്ക് ഉണ്ടാക്കാൻ പറ്റണം. ഇപ്പം നിങ്ങളിവിടെ ഒരു വീട് പണിതിട്ട് ഗൾഫിൽ പോയവർക്ക്, ഇവർ ഗൾഫിലിരിക്കുമ്പോൾ ഈ വീട് സമ്പാദ്യം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതല്ലേ? അതൊരു ഹോം സ്റ്റേ പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫെസിലിറ്റിക്കോ കൊടുത്തുകൂടെ? ഇത് ഹോം സ്റ്റേ എന്ന് പറയുന്നത് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് ആളുകൾ വരുന്നത്. അപ്പോൾ ഇവർ വരുന്നത് വെക്കേഷൻ വരുന്ന ദിവസങ്ങളിൽ ബുക്കിംഗ് എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്കും താമസിക്കാൻ പറ്റണം. എന്നാൽ കേരളം പോലെ ബ്യൂട്ടിഫുള്ളായ ടൂറിസം സാധ്യതയുള്ളൊരു സ്ഥലത്തേക്ക് അതിനെ വിൽക്കാനും സാധിക്കുമെങ്കിൽ ചില വലുത് പണിതാനും കുഴപ്പമില്ലെന്ന് എൻ്റെ അഭിപ്രായം. കേരള എക്കോണമിക്ക് നല്ലതാണ്. GST കിട്ടില്ലേ? 10-18% GST കിട്ടില്ലേ ഇവരുടെ വെറുതെ കിടക്കുന്ന വീട്ടിൽ നിന്ന്? മോശം കാര്യമാണോ? നമ്മളൊരു വീട് പണിയുന്നതിൻ്റെ വലിപ്പമല്ല പ്രശ്നം, അതിൻ്റെ യൂട്ടിലിറ്റിയാണ് പ്രശ്നം. ചിലർക്ക് വലിയ വീട് വേണമായിരിക്കാം, ഒരാവശ്യമില്ലാത്തവർക്ക് ചിലർക്കൊരു സെന്റിമെന്റ്സും ഉണ്ട്. അപ്പോൾ അയ്യോ എൻ്റെ വീട്ടിൽ വേറെ ആളെ താമസിപ്പിക്കുക, അതൊക്കെ ഒരു മടിയുള്ള തരം അത്തരക്കാരും ഉണ്ട് കേട്ടോ. കാരണം അത് സാറേ, അതിൻ്റെ അതേ പ്രശ്നം എന്തറിയോ? സാർ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ മുറിയിൽ പോയി എത്ര പേര് കിടന്ന കട്ടിലായിരിക്കും കിടക്കുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ വേറെ ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് കൈമാറാൻ മടിയായിരിക്കും. അത് വരും കേട്ടോ ഇനി. പക്ഷെ അത് വരാൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം വീടുകൾക്ക്
ടാക്സ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഇത് കൊടുക്കേണ്ട സ്ഥിതി വരും. ഇപ്പോൾ അവസാനമായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ നമുക്ക് പ്രധാനപ്പെട്ട ഹോൾഡൈനിൻ്റെ പായസം ഉണ്ട് നിങ്ങൾക്ക് കുടിക്കാൻ. അതിന് മുമ്പ് ചോദിക്കാനുള്ള കാര്യം ലഹരിയാണ്. ലഹരി ഉപയോഗം വലിയൊരളവിൽ കൂടിയിട്ടുണ്ട് യുവാക്കൾക്കിടയിൽ. ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലാണ് പല ആളുകളെയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർമാരെയൊക്കെ കേസിലാക്കി പിടിക്കാതെ പറയുമ്പോൾ ഈ ലഹരി എങ്ങനെ കേർബ് ചെയ്യാൻ പറ്റും? അല്ലെ ലഹരിയിൽ നിന്ന് കുട്ടികളെ ഇപ്പോൾ പറഞ്ഞ യാത്രയുടെ ലഹരിയിലേക്ക് അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ലഹരിയിലേക്ക് എന്താ നിങ്ങളുടെ ഒരു പ്രതിവിധിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക? അത് തന്നെ സാർ പറഞ്ഞ അല്ല, ഞാൻ ഈ പറഞ്ഞ മാതിരി കുട്ടികളൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കണം. സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, ഡ്രോയിങ് ആയിക്കോട്ടെ, പടം വരയായിക്കോട്ടെ, എന്തിലെങ്കിലും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരും ബുദ്ധിമാന്മാരാണ്. അവർക്ക് ക്ലാസ്സിൽ പഠിക്കേണ്ട 5 മണിക്കൂറാണ് ആ കൂടി പഠിക്കണ്ടു. അതൊക്കെ അവർ അവിടെ ഇരുന്നിട്ട് തന്നെ പഠിച്ചു കളയും. അപ്പോൾ പിന്നെ ബാക്കി അവർക്ക് സർപ്ലസ് ടൈമാണ്. അപ്പോൾ അവരെ പ്രോപ്പറായിട്ട് അവരുടെ ടൈം ചാനലൈസ് ചെയ്തില്ലെങ്കിൽ ഇത് കൂടുകയുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം ഈ പറഞ്ഞ മാതിരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഗിറ്റാർ പഠിക്കുകയോ അല്ലെങ്കിൽ സ്പോർട്സിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ട്രാവലിലേക്ക് പോവുകയോ അവന് വേറൊരു ഹരമുണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ സൈക്ലിംഗ് ആയിക്കോട്ടെ ഇതിലെങ്കിലും തിരിച്ചു വിടണം എന്നുള്ളതാണ് പാരൻസ് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ലഹരിയെ എങ്ങനെ വഴി തിരിച്ചു വിടുക? അല്ല, വഴി തിരിച്ചു വിടുന്നത് സാറ് പറഞ്ഞ ഒരു ആംഗിൾ അതാണ്. മറ്റൊരു കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഈ ബാല്യം മുതൽ തന്നെ ഈ ലഹരി ഉപയോഗത്തിന് എതിരായ ആക്ടിവിറ്റികളിൽ ഇവരെ ഇൻവോൾവ് ചെയ്യിക്കണം. ഇപ്പോൾ സ്കൂളുകളിൽ അതിൻ്റെ ക്ലബ്ബുകൾ ഉണ്ടാക്കുകയും കുട്ടികൾ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഒരു പോലീസുകാരനെ മോഷ്ടിക്കുന്ന പോകാൻ ഇച്ചിരി മടിയുണ്ടാവില്ലേ? മനസ്സിലായി? അത്തരം ആക്ടിവിറ്റികളിലൂടെ ചെറുപ്പം മുതൽ തന്നെ ഈ ലഹരി, അതായത് ഇവൻ്റെ മനസ്സിൽ പതിഞ്ഞു എന്നിരിക്കട്ടെ, ലഹരി ഉപയോഗം തെറ്റായ ഒരു കാര്യം തന്നെയാണ് എന്ന് മനസ്സിൽ പതിഞ്ഞാൽ അത്ര പ്രലോഭനം ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം അതിലേക്ക് പോകുള്ളൂ. ഇതെല്ലാവരും ഉപയോഗിക്കുന്നു, ഇതെന്തൊരു സാധാരണ സംഭവമാണെന്ന് ചിന്തിക്കുന്നിടത്തല്ല ഇതിലേക്ക് പോകുന്നത്. പകരം ബാല്യം മുതൽ തന്നെ ഈ കുട്ടികളെ ഇതിനെതിരായ ക്യാമ്പയിൻ്റെ ഭാഗമാക്കുകയും അവരും ഇതിനെതിരായി പ്രവർത്തിക്കുന്നവരായി മാറുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ എന്തിനെതിരെയാണോ ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ പ്രതികരിച്ചത്, ശബ്ദിച്ചത്, അതിനെതിരെ തിരിച്ചങ്ങ് മാറാൻ വളരെ ചെറിയ ശതമാനത്തിനേ പറ്റുള്ളൂ. അതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ദൈവവിശ്വാസമൊക്കെ മനസ്സിൽ ഉറച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ, അതായത് ബാല്യത്തിലെ ഏറ്റവും പ്രധാന കാര്യം ഇതെല്ലാം പൗരബോധത്തിൻ്റെ ഒരു ഘടകമാണല്ലോ അല്ലേ? ഞാൻ ഇത് മാന്യമായിട്ട് ബിഹേവ് ചെയ്യുക, മനുഷ്യനോട് മര്യാദയ്ക്ക് പെരുമാറുക, അല്ലെങ്കിൽ നാടിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ റോഡിൽ മര്യാദ പാലിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിദേശത്ത് ചെന്നാലും സ്വന്തം നാട്ടിനെ നാണം കെടുത്താതെ ജീവിക്കുക, ലഹരി ഉപയോഗിച്ച് കുടുംബത്തിന് ബാധ്യതയാതിരിക്കുക, ഇതൊക്കെ സത്യം പറഞ്ഞാൽ പൗരബോധത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ മതപഠനത്തേക്കാൾ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു സാധനം ഒരു 3 വയസ്സ് മുതൽ പൗരബോധം പിള്ളേരെ പഠിപ്പിക്കണം. സിവിക് സെൻസ് ഇത് പഠിപ്പിച്ചാലുണ്ടല്ലോ, നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ഇന്ത്യയും കേരളവും വേറൊരു ലെവലിലേക്ക് എത്തും. ഒരു സംശയവും വേണ്ട. ഈ പറഞ്ഞ ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഏറ്റവും നല്ലത്, ഏറ്റവും പ്രധാന കാര്യം, നമ്മൾ ഈ ശാസ്ത്രം പഠിപ്പിച്ചോളൂ, മതം പഠിപ്പിച്ചോളൂ, മറ്റ് എല്ലാം പഠിപ്പിച്ചോളൂ. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സിവിക് സെൻസ് കുട്ടികളെ ഒരു നേഴ്സറി ചേരുമ്പോൾ മുതൽ അങ്ങ് പഠിപ്പിച്ച് ഒരു 10ാം ക്ലാസ് വരെ ഇവൻ്റെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പുറകെ വന്നോളൂ. നമുക്ക് പായസം കുടിക്കാം. ഹോൾഡൈൻ നിങ്ങൾക്ക് ഒരു 4 വെറൈറ്റി പായസം എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്? അല്ല, 5 വെറൈറ്റി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കറിയാം പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ 5 വെറൈറ്റിയുടെ പരീക്ഷണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇതനുസരിച്ച് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നതിനനുസരിച്ച് കലോറി കൗണ്ട് ചെയ്യരുത്. നമുക്ക് ഇവിടെ ഒന്ന് ഒരുക്കേണ്ടതുണ്ട്. ഇപ്പൊ പായസത്തിലേക്ക് കിടക്കും. ഹോൾഡൈൻ നമുക്കൊരു 5 വെറൈറ്റി പായസം തന്നിട്ടുണ്ട്. ഇപ്പോൾ അരിയിൽ തുടങ്ങാം. പണ്ട് ഓണത്തോടനുബന്ധിച്ച് വടംവലി മത്സരമൊക്കെ ആയിരുന്നു, പായസം കൂടി മത്സരം. ഇതെന്താ ഇത് അരിയാണ്. പാൽപ്പായസം. ഗോതമ്പല്ലേ? അരിയാണ്. സാർ, ഈ സിനിമയിൽ ഗസ്ട്രോളിനൊക്കെ ആളുകൾ ക്ഷണിക്കാറുണ്ടോ? ഇഷ്ടം പോലെ. ഈയിടെ ഒരാൾ വിളിച്ചു. അപ്പോൾ ഈ വിളി കൂടുതലായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈയിടെ ഒരു നമ്പർ ഇടാൻ തുടങ്ങി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ഇഷ്ടമല്ല. കാരണം സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മളൊരു നല്ല നടനല്ലെന്ന് നമുക്കറിയാം. ജന്മനാ നടന നമുക്ക് പറ്റാത്ത പണിയാണെന്ന്. അപ്പോൾ ഞാൻ ഈയിടെ വിളിച്ച ആളോട് പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ഒരു 3 പടത്തിൽ അഭിനയിച്ചു, ആ 3 പുറത്തിറങ്ങിയില്ല, പിന്നെ ആ മനുഷ്യനെ അതിലെ പോയെന്ന് കണ്ടില്ല.
അത് സിനിമാഭിനയം അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്ന വേഷങ്ങൾ അതിനിപ്പോ സമീപിക്കുന്നുണ്ടോ? ഞാൻ ഒന്ന് രണ്ടെണ്ണത്തൊക്കെ തല കാണിച്ചു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി അതിന് പറ്റിയ എനിക്ക് എന്തോ അഭിനയിക്കാൻ വലിയ ഇഷ്ടമല്ല. അടുത്ത പായസത്തിലേക്ക് കിടക്കാൻ തോന്നുന്നു. സാർ അന്ന് പറഞ്ഞിരുന്നു ഈ പാലക്കാടാണ് ടൂറിസത്തിന്റെ സാധ്യത എന്നൊക്കെ. പാലക്കാടും ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. പാലക്കാട് ഇപ്പൊ മഴ പെയ്ത സമയത്ത് കൊല്ലങ്കോട് കുറെ ആളുകളുണ്ട്. ഇനിയപ്പോ അങ്ങനെ ഒരു സാധ്യതയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ കേരളത്തിൽ എവിടെയായിരിക്കും? കേരളത്തിൽ എല്ലായിടത്തും സാധ്യതയുണ്ട്. ഇത് പാലക്കാട് എന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മളൊന്ന് കാലിച്ച് ഒരു കാലത്ത് കേരള മലയാളികളെ അല്ലെങ്കിൽ മറ്റ് നാടുകളിലുള്ള ആളുകളെയൊക്കെ അവരുടെ സിനിമയുടെ പോലും ലൊക്കേഷനായിട്ട് അവർ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണത്. എന്ന് വെച്ചാൽ അതിനൊരു നാച്ചുറൽ ബ്യൂട്ടി ഓൾറെഡി ഉണ്ടെന്നാണ്. അവിടുത്തെ ഒരു ലൈഫ്, അവിടുത്തെ ട്രഡീഷൻസ്, ഇതെല്ലാം ലോകപ്രശസ്തമല്ലേ. അവിടുത്തെ വീടുകൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ലോകത്ത് ടൂറിസത്തിന് ആ ഹെറിറ്റേജ് എലമെന്റ് മാത്രമല്ല, ഈവൻ പ്ലാന്റേഷൻ സ്ഥലങ്ങൾ പോലും ടൂറിസത്തിന് പറ്റുന്നതാണ്. ഇപ്പോൾ റബ്ബർ തോട്ടങ്ങൾ പോലും ടൂറിസത്തിന് പറ്റുമെന്ന് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തായ്ലൻഡിൽ ഞാൻ ഒരിക്കൽ പോകുമ്പം $100 കൊടുത്ത് ഒരു 1 ഡേ ടൂറിന് ഞാൻ പോയത്, അതിലെ ഒരു പ്രധാന എലമെന്റ് എന്താണെന്നറിയോ? റബ്ബർ ടാപ്പിംഗ് കാണിച്ചു തരില്ല. അത് തന്നെ ഞങ്ങളുടെ നാട്ടിലാണ് കേന്ദ്രം. ഇത് പൈനാപ്പിൾ പായസം. പൈനാപ്പിൾ ഇത് ഇവിടുത്തെ ഒരു ഇന്നോവേഷനാണ്. പൈനാപ്പിൾ പായസം കുടിക്കാം. സാറ് ജീവിതത്തിൽ കഴിച്ചതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പായസം ഏതായിരിക്കും? ഞാനൊരു പായസം സ്പെഷ്യലിസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിനകത്ത് ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ പോലും ഞാൻ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനൊക്കെ ഒരു പ്രത്യേക സ്കില്ല് വേണം. ഇതിൻ്റെ പ്രത്യേക ഫ്ലേവർ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇപ്പം എനിക്കിപ്പോൾ ഇത്രയും കഴിച്ചാൽ എല്ലാം ഗംഭീരമായിട്ട് തോന്നുന്നു. ഞാനങ്ങനെയാ, അതായത് ഫുഡിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു അനലൈസ് ചെയ്ത് പറയാനായിട്ട് ഞാൻ അങ്ങനെ ഒരു മെടുക്കുള്ള ആളല്ല. ഞാൻ ഏതും കഴിക്കും, എന്തും കഴിക്കും. ഈ മനസ്സിൽ എത്രമാത്രം പ്രായമുണ്ട് രണ്ടുപേർക്കും? ഇപ്പോൾ രണ്ടുപേരും ഏറെക്കുറെ 50 കടന്ന ആളുകളാണ്. ഇപ്പോഴും ഊർജ്ജസ്വലരായി ഓടി നടക്കുന്നു. വണ്ടി ഓടിച്ചാണ് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് സ്വന്തം എത്തിയത്. കൂടെ പരിചാരകരൊന്നുമില്ല. ഞാൻ 75 കഴിഞ്ഞ ആളാണ്. അതെ അതെ. അപ്പൊ മനസ്സിൽ എത്രമാത്രം പ്രായമുണ്ട്? മനസ്സിന്റെ പ്രായത്തിന്റെ പ്രശ്നം അറിയണമെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഒരു പരാമർശം നടത്തി, നമ്മൾ 3 പേര് 3 ജനറേഷനാണെന്ന്. അത് പറഞ്ഞപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടായല്ലേ. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് അത് പറയുന്നതിനെ വരെ വിചാരിച്ചു നമ്മളെല്ലാം ഒരു ജനറേഷനാണ്. ഇപ്പൊ മമ്മൂക്കയൊക്കെ പറയാറുണ്ടല്ലോ, മനസ്സിന് പ്രായമില്ല, ചിന്തയ്ക്ക് പ്രായമില്ല എന്നൊക്കെ. അങ്ങനെ മനസ്സിന് പ്രായമാവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യാതിരുന്നാൽ മതി. വേണ്ടാത്തതൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് ബിസി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക്. സാർ ഇത് ഗോതമ്പാണ്? ഇത് ഗോതമ്പാ അല്ല, പരിപ്പാണല്ലോ. നമ്മളുടെ ആക്ടിവിറ്റീസായിട്ട് നമ്മൾ ബിസി ആയി കഴിഞ്ഞാലേ ഇപ്പം നമ്മുടെ എൻ്റെയൊക്കെ പല ക്ലാസ്മേറ്റ്സൊക്കെ അവർ റിട്ടയർ ചെയ്തിട്ട് അവരൊക്കെ വിളിക്കുമ്പോൾ അവരാകെ ഒരു ഡൾ ലുക്കാണ് സംസാരത്തിലൊക്കെ. കാരണം അവർ ഇത്ര നാളായി വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് എനിക്കങ്ങനെ വീട്ടിലിരിക്കേണ്ട ഗതികേട് വന്നില്ല എന്നർത്ഥം. എപ്പോഴെങ്കിലും ഒരു സ്ഥിര വരുമാനമുള്ള ജോലി എടുക്കാഞ്ഞത് നന്നായി പോയി അങ്ങനെ ആശ്വസിച്ച ദിനങ്ങളുണ്ടോ? അല്ല, സ്ഥിര വരുമാനം ഉണ്ട് നമുക്കൊക്കെ. വരുമാനം അങ്ങനെയല്ല, ഒരു നിശ്ചിത വരുമാനം, മാസാവസാനം വരുന്ന ലീവൊക്കെയുള്ള അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗം പോലത്തെ ഒരു ഉദ്യോഗം. അതെ അതെ, സർക്കാർ ഉദ്യോഗം എടുക്കാൻ നന്നായി എന്നല്ല, അതൊന്നും ഒരിക്കലും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ എടുക്കുകയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലത്. കാരണം ഞാൻ എന്തിനാണ് വളർന്നതെന്ന് തന്നെ എനിക്കറിയാം കൃത്യമായിട്ട്. ഞാനൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ് മുതൽ എൻ്റെ സ്വപ്നം ഈ പറഞ്ഞ വിഷ്വൽ മീഡിയ. മനസ്സിലായില്ലേ? പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ദൂരദർശനിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയ ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകുമോ? ദൂരദർശൻ്റെ ആ വരാന്തേക്കൂടെ നടക്കുമ്പോൾ എൻ്റെ ഡ്രീം അന്ന് ഇതുപോലൊരു സംവിധാനം എന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അതാണ് ഈ സഫാരിയായിട്ട് മാറിയത്. അപ്പം ഇങ്ങനെ ജീവിച്ച ഒരാൾക്ക് ഒരിക്കലും വേറെടുത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. ഇനി വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്താൽ വലിയ താമസിയാതെ അത് എൻ്റെതായി മാറും. യുവാക്കൾ ഇപ്പം നേരിടുന്നൊരു പ്രശ്നം ഈ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റാത്തതാണ്. ലൈഫിൽ റിസ്ക് എടുത്താൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ഥിര വരുമാനമുള്ള ജോലി ഇല്ലെങ്കിൽ എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് അവർ അലട്ടുന്നുണ്ട്. EMI എങ്ങനെ അടയ്ക്കും, ഇതൊക്കെയാണ് പ്രശ്നം. ഇപ്പോൾ സെൻറ് തോമസിലൂടെയൊക്കെ പോകുമ്പോൾ ഈ അലുമിനി മീറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയും ഈ കൊച്ചപ്പള്ളി അന്നെടുത്ത റിസ്ക് കൊണ്ടാണ് വീഗാർഡ് ഉണ്ടായതെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ അന്ന് ക്യാമറ മമ്മൂക്കയിൽ നിന്ന് റൊക്കം പൈസയ്ക്ക് വാങ്ങിക്കാൻ എടുത്ത റിസ്ക് ആണ് ഇന്ന് സഫാരി ഉണ്ടായത്. അങ്ങനെ റിസ്ക് എടുക്കാൻ പേടിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, റിസ്ക് എടുക്കുന്ന ഇളനീരാണ്. നന്നായിട്ടുണ്ട്. ഈ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും, ഇപ്പം നിങ്ങൾ ഈ റിസ്ക് എടുക്കാൻ പേടിക്കുന്നു എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടാൽ നമ്മളൊക്കെ. പക്ഷേ നമ്മളതിനെ അനലൈസ് ചെയ്യുകയും നമ്മുടെ ഡ്രീം
അതിനേക്കാൾ വളരെ വലുതാണെങ്കിൽ നമ്മളങ്ങ് എടുത്തു പോകും. അതാണ് പ്രധാന കാര്യം. പിന്നെ സാഹചര്യങ്ങളാണ്. ഇപ്പം റിസ്ക്, ഇപ്പം ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ അതിലേക്ക് ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങിയേയില്ല. അന്ന് നമ്മളുടെ അംബീഷൻ അതാണ് എന്നുള്ളത് കൊണ്ടും നമ്മുടെ പാഷൻ അതായതുകൊണ്ടും അതാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ശക്തി എന്നുള്ളത് കൊണ്ടുമാണ് നമ്മളവിടെയൊക്കെ നിൽക്കുന്നത്. അവിടെ റിസ്ക് നമ്മളങ്ങ് എടുക്കും. ആവശ്യബോധമാണല്ലോ ഈ റിസ്ക് ഒക്കെ എടുക്കുന്നതിൻ്റെ കാര്യം, ഇല്ലേ? ഇപ്പം നിങ്ങൾ ഒരു സർജറി റിസ്ക്കിയാണ്, എടുത്തേ പറ്റൂ എന്ന സ്ഥിതി വരുമ്പോൾ നമ്മളങ്ങ് എടുക്കുകയല്ലേ. ഈ ബോധം നമുക്കുണ്ടാവണം. പിന്നെ രണ്ടാമത്തെ കാര്യം സംരംഭകത്വം എന്നാണ് മുമ്പേ പറഞ്ഞത്. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നത്, സംരംഭകത്വം എല്ലാവർക്കും പറഞ്ഞേക്കുന്നൊരു പണിയല്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്, ഇപ്പോൾ നമ്മൾക്ക് എവിടുന്നേലും കുറച്ച് പൈസ ഉണ്ടായി എന്നാൽ നമുക്കൊരു സംഭവം അങ്ങ് തുടങ്ങിയേക്കാം, അങ്ങ് തുടങ്ങാം. ഇപ്പോൾ നമുക്കറിയാം, വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ചില റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നവരുണ്ട്, ചില പല സ്ഥാനങ്ങൾ തുടങ്ങുന്നവരുണ്ട്. ഈ സംരംഭകന് വേണ്ട ചില ഗുണങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞതാ, ഏതാ? ഈ റിസ്ക് എടുക്കാനുള്ള മനസ്സും ധൈര്യവും. എല്ലാവരും സർക്കസിന് പോകുന്നില്ലല്ലോ, എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ സാഹസ പരിപാടിക്ക് പോകുന്നില്ലല്ലോ. അതിനുള്ളൊരു മനസ്സും വിൽ പവറും വേണം. 2, പരാജയമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിൽ കണക്ക് കൂട്ടി അതിനെ അതിജീവിക്കുന്നിടം വരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു വിൽ പവർ, അതിനെ അതിജീവിക്കുന്നിടം വരെയുള്ള ക്ഷമ, ഇങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, പിന്നെ സമൂഹം ചിന്തിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ, സമൂഹത്തിന് ഇന്നതാണ് വേണ്ടതെന്ന് മുൻകൂട്ടി അറിയാനുള്ള കഴിവ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വീഗാർഡ് എങ്ങനെയുണ്ടായി? സമൂഹത്തിന് എന്താണ് ആ കാലഘട്ടത്തിലെ ആവശ്യമെന്ന് സാറ് തിരിച്ചറിഞ്ഞതല്ലേ ആ ബിസിനസ്? ഇടിമിന്നൽ ഒരു വില്ലനായപ്പോൾ, ഇടിമിന്നൽ മാത്രമല്ല, വോൾട്ടേജ് ഇല്ലായിരുന്നു ഒരു കാലത്ത്. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്ന പ്രശ്നം ഗവൺമെന്റിന്റെ ഒരു ഇൻഎഫിഷ്യൻസി കാരണം കൊണ്ടാണ് ഞാൻ വളർന്നത്. അതെ, ശരിയാണ്, ആണല്ലോ. സാറ് ജനിച്ച അമേരിക്കയിലായിരുന്നു, ഒരിക്കലും ഇതുണ്ടാവില്ലായിരുന്നു. അല്ല, വിദേശങ്ങളിൽ ഇതില്ല, ഡെവലപ്ഡ് കൺട്രീസിൽ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ല, ആ ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. അതായത്, അയ്യോ ഇതിന്റെ ആവശ്യം നിന്ന് പോവോ, നടക്കാൻ വികസിച്ചു. അല്ല, അങ്ങനെ ഈവൻ എല്ലാ കൊല്ലം മിനിസ്റ്റർമാർ പറയും, അതായത് അടുത്ത കൊല്ലം എന്നിട്ട് പവർ കട്ടൊന്നും ഉണ്ടാവില്ല, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല, അങ്ങനെ ചെയ്യാണ്ട് ഈ പദ്ധതി വന്നാൽ മറ്റേത് തീരും, മറ്റേത് വന്നാൽ ഇത് തീരും. പക്ഷെ അത് കേൾക്കാൻ സുഖം, പക്ഷെ നമ്മുടെ കഞ്ഞിലെ പാറ്റിയിടുന്നത്. ഇതേ പ്രശ്നം തന്നെ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. 98-99 കാലത്ത് DPP എന്ന് പറഞ്ഞൊരു പാർട്ടി പദ്ധതി വന്നു. അപ്പോൾ അന്ന് എൻ്റെ പിതാവാണ് അതിന് മുമ്പ് വരെ ലേബറിൻ്റെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ DPP അനൗൺസ് ചെയ്ത് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഫാദർ എന്നെ ചുമതലയേൽപ്പിച്ചു, ലേബറിൻ്റെ ഏൽപ്പിച്ചതല്ല, ഏൽക്കേണ്ടി വന്നു. എൻ്റെ സ്വപ്നമൊക്കെ മറ്റേ തന്നെയായിരുന്നു പണ്ടും. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ഉപദേശിച്ചു, വീട്ടിൽ നിന്ന് തന്നെ, DPP വരികയാണ്, അതായത് ചോദ്യോത്തരങ്ങൾ കാണാൻ പഠിക്കൽ, മറ്റേ പരമ്പരാഗത രീതിയൊക്കെ അങ്ങ് മാറാൻ പോവാണ്, എങ്ങനെ സർവൈവ് ചെയ്യും? സത്യം പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DPP എന്താണെന്നും ഇതെങ്ങനെയാണ് വീടുകളിൽ കുട്ടികൾക്ക് ഇതിൽ പരിശീലനം കൊടുക്കേണ്ടതെന്നും പുതിയ പാഠ്യപദ്ധതി എങ്ങനെ അധ്യാപകർക്കൂടെ ഉപയോഗപ്രദമാകും എന്നുള്ളത് ഞങ്ങൾ ലേബറിൻ്റെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DPP വന്നപ്പോൾ ലേബറിൻ്റെ കുതിച്ചു വളരുകയാണ് ചെയ്തത്. അതായത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പോരായ്മകളാണ് സാറി പറഞ്ഞ പോലെ തന്നെ ലേബറിൻ്റെ എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ ആവശ്യം വന്നത്. ഇല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലേ, പാഠപുസ്തകങ്ങളില്ലേ, ഇതെല്ലാം ഉള്ളപ്പോൾ എങ്ങനെയാണ് ലേബറിൻ്റെ വിറ്റത്? അപ്പം ചില ആവശ്യങ്ങൾ സമൂഹത്തിലുണ്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഒരു സംരംഭകന് ആവശ്യമുണ്ട്. ഇപ്പം മറ്റെല്ലാ ചാനലും ഉള്ളപ്പോഴല്ലേ സഫാരി എന്ന് പറഞ്ഞൊരു ചാനൽ വന്നേ, നമ്മൾ വേറെണ്ണത്തിൻ്റെ കോപ്പി അടിക്കുകയല്ലല്ലോ ചെയ്തേ. ഇങ്ങനെ മനുഷ്യൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരെ ഈ പറഞ്ഞ പൈങ്കിളി സീരിയലുകളൊന്നും തൃപ്തിപ്പെടുത്തില്ല എന്നുള്ള തിരിച്ചറിവാണ് ആ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഓരോന്നും അതുപോലെ അതൊരു റിസ്ക് തന്നെയായിരുന്നു കേട്ടോ. അതും പരസ്യമില്ലാതെ അതിപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് പരസ്യം വാങ്ങിക്കുന്നില്ല എന്നുള്ളത്. ഒരിക്കലും പറയില്ല അല്ലേ ആ രഹസ്യം. അതേപോലെ അതിനുള്ള ഉത്തരം ചിലപ്പോൾ ഇപ്പോൾ യൂട്യൂബിൻ്റെ റവന്യൂ, ഫേസ്ബുക്കിൻ്റെ റവന്യൂ എന്നൊക്കെ പറയാമെങ്കിലും ഇദ്ദേഹം ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ ജോർജ് കുട്ടി അവിടെ ബോഡി ഒളിപ്പിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അത് എനിക്ക് അറിയാതെ പോയിരിക്കും. അത് പറയാൻ വേറൊരു എപ്പിസോഡ് ഇത് തന്നെയാണ് എല്ലാ ഇന്റർവ്യൂലും അത് പറയാൻ. സാറിന്റെ മുന്നിൽ വെച്ച് ഇത് പറയാൻ പറ്റുമോ ആലോചിച്ച്. ഞാനീ സംസാരിക്കുന്നത് കേരളത്തിലെ ബിസിനസ്സിലെ അഗ്രഗണ്യനായ ഒരു മനുഷ്യന്റെ മുമ്പിലാണ്. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാൻ വലിയ താല്പര്യമുണ്ട്. സാറിന്റെ അടുത്ത് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ സാറിന്റെ മുമ്പിൽ വെച്ച് ഇത് കൂട്ട് ചോദ്യം ചോദിക്കരുത്. ഇതൊക്കെ രഹസ്യമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നാലും ഒരുപക്ഷെ ഏറ്റവും ഇൻഫോർമേറ്റീവായ എന്നാൽ കേരളത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന, കേരളത്തിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു രീതിയിൽ ഈ സംഭാഷണം ബിൽഡായതിൽ
വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. ഈ പായസം കുടിച്ച് തീർത്തിട്ട് ഞാൻ നമസ്കാരം അല്ല, ഇത് കാണുമ്പോൾ ഒരു പണ്ടത്തെ ഒരു സംഭവം ഓർമ്മ വരിക. ഫാദർ പറഞ്ഞതാണ്. അപ്പോൾ വീട്ടിൽ ഗ്രാൻഡ് ഫാദറിന് സുഖമില്ലാതെ വന്നപ്പോൾ പണ്ടൊക്കെ ഈ വൈദ്യന്മാരെ വീട്ടിലോട്ട് കൊണ്ടുവരും. അവിടെയാണ് ട്രീറ്റ്മെന്റ്. അവര് വീട്ടിലോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒക്കെ എഴുതി കൊടുക്കും. ഈ വൈദ്യര് പ്രായമായിട്ടുള്ള ഒരാളാണ്. നോം മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഈ കുറേ പലഹാരമൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചായയുടെ കൂടെ. അതൊക്കെ അങ്ങ് പൊതിഞ്ഞോളൂ, വണ്ടിയിൽ വെച്ചോളൂ, ഇല്ലത്ത് പോയിട്ടാവാം. കാര്യപടി കിട്ടിയില്ലേ? ഈ തലയിലൂടെ 2-3 ബിസിനസ് ഓടുമ്പോഴും തഗ്ഗടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ സാധിപ്പിച്ചെടുക്കുന്നു? അടിക്കാൻ സാധിപ്പിക്കുന്നതല്ലോ, അത് വരുന്നതായി. ഇപ്പം ഞാൻ നേരിടുന്ന പ്രശ്നം ഇതിനെങ്ങനെ നിയന്ത്രിക്കാന്നുള്ളതാണ്. കാരണം ഞാൻ ഈ പറയുന്ന ചില സാധനങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് തന്നെ മുദ്രമായിട്ടൊക്കെ വരാറുണ്ട്. ട്രോളേഴ്സ് ഇതെടുത്ത് അനാവശ്യമുള്ള സ്ഥലത്തൊക്കെ ഉപയോഗിച്ചിട്ട് ചില ആളുകളെ എൻ്റെ ശത്രുക്കളൊക്കെ ആക്കി വരാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇത്തരം പറയുന്നിടത്തൊന്ന് നിയന്ത്രിക്കുന്നുണ്ട് കുറച്ചൊക്കെ. ഞാൻ ഈ അടുത്ത് രസകരമായിട്ടുള്ള ഒരു ക്രിയേഷൻ കണ്ടു. ഇപ്പോൾ സാർ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ മലയാളിക്ക് വൈകുന്നേരങ്ങളിൽ എൻ്റർടൈൻഡ് ആവാൻ പറ്റിയില്ലെങ്കിൽ അവൻ ഈ എനർജിയൊക്കെ ഇവിടെ കൊണ്ടുപോയി കളയും, അല്ലെങ്കിൽ അവൻ ഈ എനർജി എങ്ങനെ വിനോദ ഉപാധികൾക്ക് ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊരു അദ്ദേഹം സ്പീച്ച് പറയുന്ന ഒരു ചെറിയ പോർഷനാണ്. ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് റീൽ എന്താണെന്ന് വെച്ചാൽ ഒരാളെ ഏതോ ഒരു വീട്ടിൽ കയറി പിടിച്ചിട്ട് തെങ്ങിൽ കെട്ടിയിട്ടിരിക്കുക. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നത് ഈ ശബ്ദമാണ്. ഇതിന്റെ മാരകമായ പല വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷേ മലയാളിക്ക് ഏറ്റവും എന്താ പറയുക അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന 2 പേരുകളാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും നിങ്ങളുടെ സംഭാവനകൾ കേരളത്തിനുണ്ടാവട്ടെ, ഇനിയും ആക്റ്റീവായി തന്നെ ഈ രംഗത്ത് തുടരാനാവട്ടെ. 2 പേർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും എല്ലാവർക്കും ഓണാശംസകൾ. ഇതിനെല്ലാം ഒരു സമയം പോയതറിഞ്ഞില്ല. എൻജോയ് ചെയ്തു. ഗുഡ്. താങ്ക് യു വെരി മച്ച്. ഇത് പൊതിഞ്ഞ് വണ്ടിയിലേക്ക് വെച്ചേക്കാം. തീർച്ചയായും ഒരുപാട് നന്ദി.